ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് കിച്ചണിലൊക്കെ ഒട്ടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വാൾപേപ്പറിൻ്റെ ഒരു സ്റ്റിക്കർ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒട്ടിക്കണതും അൺബോക്സിങ് ചെയ്യുന്നതും വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ അൺബോക്സ് ചെയ്യണത്. അപ്പോൾ ഇത് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാണ് സാധനം. ഇത് നമുക്ക് കിച്ചണിലൊക്കെ ഒട്ടിക്കാൻ പറ്റിയിട്ടുള്ള വെള്ളം ഓയിലൊക്കെ ആയാൽ നമുക്ക് തുടച്ച് നിൽക്കാൻ പറ്റിയിട്ടുള്ള ഒരു വാൾപേപ്പർ സ്റ്റിക്കറാണ്. ഇത് നമുക്ക് കിച്ചണിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. നമുക്ക് വെള്ളമൊക്കെ തെറിക്കണ ഭാഗത്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇത് പല ക്വാളിറ്റിയിലും പല റേറ്റിലും വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒട്ടിക്കുകയാണ് ചെയ്യണത്. ഇതിൻ്റെ ഒരു ഭാഗത്തുനിന്ന് സ്റ്റിക്കർ അടർത്തി എടുത്തിട്ട് മെല്ലെ ഒരു ഭാഗത്തുനിന്ന് സ്റ്റിക്കർ വലിച്ചിട്ട് മെല്ലെ മെല്ലെ ഒട്ടിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ചുളുങ്ങി പോവും. അപ്പോൾ നല്ല സൂക്ഷിച്ച് വേണം ഇത് ഒട്ടിക്കാൻ. രണ്ടാൾക്കാരൊക്കെ വേണം ഇത് ഒട്ടിക്കാൻ. അപ്പോൾ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ സ്റ്റിക്കർ വലിക്കണതിനനുസരിച്ച് അതിങ്ങനെ അമർത്തി ഒട്ടിക്കണം. ഇത് നമ്മുടെ കിച്ചണിൽ ഒരു പുതുപുത്തനാക്കാനും നമുക്ക് ഒരു കിച്ചണിന് ഒരു മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒരു സ്റ്റിക്കറാണ് ഇത്. നമുക്ക് പല ക്വാളിറ്റിയിലും പല വിലയിലും നമുക്കിത് കിട്ടും. ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രൈസും കൂടും. നമുക്ക് ഇതിന് പല കളറിലും കിട്ടും. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് നമുക്കൊരു കിച്ചണിൽ അഴുക്കൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ പെയിൻ്റ് അടിക്കണതിനെക്കാട്ടി നല്ല രീതിയിൽ നമുക്കിത് ഒട്ടിച്ച് കിച്ചണൊക്കെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു ഭാഗം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഒട്ടിച്ച സ്ഥലത്തും ഒട്ടിക്കാത്ത സ്ഥലത്തും തമ്മിൽ നല്ല ഡിഫറൻ്റ് ഉണ്ട്. ഇത് ഒട്ടിച്ച സ്ഥലം നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളെ കിച്ചണൊന്ന് ഭംഗി കൂട്ടണം എന്നുള്ളവർ ഇത് വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ പല ക്വാളിറ്റിയിലും പല വിലയിലുള്ള കുറച്ച് വാൾപേപ്പർ സ്റ്റിക്കേഴ്സ് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളിത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ഓർഡർ ചെയ്യാം. അപ്പോൾ ആ ഭാഗം ഒട്ടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഭാഗത്താണ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ വെള്ളമൊക്കെ ആകണ ഭാഗത്ത് നമുക്ക് ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുമര് വൃത്തിയേടാവില്ല, പിന്നെ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഒട്ടിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ഭാഗത്തുനിന്ന് സ്റ്റിക്കർ വലിച്ച് പ്രസ് ചെയ്തിട്ട് വേണം ഒട്ടിക്കാൻ, അല്ലെങ്കിൽ മൊത്തത്തിൽ ചുളുങ്ങിപ്പോകും. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി കൂടിയ ഐറ്റംസിന് ഇത്ര ചുളുക്കം വരില്ല. അപ്പോൾ ക്വാളിറ്റി കുറഞ്ഞത് ആണെങ്കിൽ നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ഒട്ടിക്കാൻ. ഇത് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ സൈസാണ്. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചുള്ള വാൾപേപ്പർ സ്റ്റിക്കർ നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി. ഞാനിതിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതും ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഡിഫറെൻ്റ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്ക് എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.